നമസ്തേ. ഞാൻ പുരുഷോത്തമനാശാൻ, അമരവിള പുരുഷോത്തമനാശാൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ആശാൻസ് അസ്ട്രോളജി സെൻറ്റർ, SS കോവിൽ റോഡ്, തമ്പാനൂർ, തിരുവനന്തപുരം. ഇതാണ് എൻ്റെ സ്ഥാപനം. ഞാൻ പാരമ്പര്യമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നു. ജ്യോതിഷം സംബന്ധമായിട്ടുള്ള ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം ഇത്യാദികളെക്കുറിച്ച് ഏതാണ്ട് 1982 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു എൻ്റെ സ്ഥാപനം വർഷങ്ങളായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഇപ്പോൾ തമ്പാനൂരാണ് എൻ്റെ സ്ഥാപനം. അപ്പോൾ നമുക്കിന്ന് സംസാരിക്കാനായിട്ട് ഉള്ള വിഷയം വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ വ്യാഴൻ മാറുന്നത്, ശനി മാറുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സാധാരണ നമ്മൾ പറയുന്നത് ഗോചരഫലം എന്നാണ് പറയുന്നത്. ശരിക്കും മനുഷ്യൻ്റെ ഫലങ്ങൾ ജ്യോതിഷമനുസരിച്ച് നിർവചിക്കപ്പെടുന്നത് ജാതകമനുസരിച്ചിട്ടാണ്. ദശാഫലേ സർവഫലേ നരാണാം എന്നാണ് പറയപ്പെടുന്നത്. ദശാഫലം അനുസരിച്ചാണ് നമ്മുടെ എല്ലാ ഫലങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ദശാഫലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ജനിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈം, ആ സമയമനുസരിച്ച് ഗ്രഹങ്ങളൊക്കെ ഏതേത് സ്ഥാനത്താണ് നിന്നിരുന്നത്, അവ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ്, അതനുസരിച്ച് എന്തൊക്കെയാണ് കാലം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്, അതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു ബേസ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഗ്രഹങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നു. നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്നിരുന്നു എന്നുള്ളതാണ് ജാതകത്തിലെങ്കിൽ ഗ്രഹങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സഞ്ചാരം നമ്മൾ എന്ത് വീണ്ടും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഗോചരഫലം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഗോചരഫലങ്ങളിൽ പ്രധാനമായിട്ട് 2 ഗ്രഹങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഒന്ന് ശനിയാണ്. ശനിക്ക് സൂര്യനെ ചുറ്റുന്നതിന് 30 വർഷം ആവശ്യമാണ്. ഈ 30 വർഷം കൊണ്ട് നമ്മുടെ ഗ്രഹചക്രത്തിലൂടെ, അതായത് 12 രാശികളിലൂടെ ഏതാണ്ട് 2.5 വർഷം വെച്ച് കടന്നു പോകുന്നുണ്ട്. അതുപോലെ അടുത്ത് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴൻ. വ്യാഴൻ ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുന്നതിന് അതായത് 12 വർഷം എടുക്കും. ഞാനാണ് നമ്മുടെ ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയുന്നത്. 12 വർഷം കൊണ്ടാണ് വ്യാഴൻ സൂര്യനെ ചുറ്റുന്നത്. അപ്പോൾ സൂര്യനെ ചുറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാശിചക്രത്തിലൂടെ കടന്നു പോകുമ്പോൾ രാശികളിലൂടെ കടന്നു പോകുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും ജനിച്ച നക്ഷത്രം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാശികളുണ്ട്. അപ്പം നമ്മുടെ രാശിയിലൂടെ, ഈ രാശിയുടെ ഏത് ഭാഗത്തൂടെയാണ് ഈ ഗ്രഹത്തിൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം എന്ന് വെച്ചിട്ട് പറയുന്ന ഫലത്തെയാണ് നമ്മൾ ഗോചരഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യാഴൻ ഇപ്പോൾ മെയ് മാസം 14-ാം തീയതി രാത്രി 10:14 വ്യാഴൻ ഇപ്പം നിൽക്കുന്ന രാശിയിൽ നിന്ന്, ഇടവത്തിൽ നിന്ന് മിഥുനത്തിലോട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ വ്യാഴൻ്റെ മിഥുനത്തിലോട്ടുള്ള മാറ്റം ഓരോ രാശിക്കാർക്കും എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. വ്യാഴൻ മിഥുനത്തിലോട്ട് മാറുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ മിഥുനം എന്ന് പറയുന്ന രാശിക്കകത്ത് അതായത് മകയിരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാലുമാണ് മിഥുനൻ രാശിയിൽ വരുന്നത്. അപ്പോൾ വ്യാഴൻ മിഥുനൻ രാശിയിലോട്ടാണ് വ്യാഴം മാറി വരുന്നത്. അപ്പം ആ വ്യാഴൻ്റെ മിഥുന രാശിയിലെ സഞ്ചാരം എന്ന് പറയുമ്പോൾ ജന്മത്തിലോട്ടെന്നാണ് പറയപ്പെടുന്നത്. ജന്മരാശിയിൽ ജന്മവ്യാഴൻ എന്നാണ് പറയപ്പെടുന്ന പേര്. അപ്പോൾ ജന്മവ്യാഴൻ്റെ ഫലം സ്ഥാനഭ്രംശ, ധനക്ഷയ, കലഹ, ധീർജാഠ്യ, ഗുരു ജന്മസെന്നാണ്. അപ്പം ജന്മത്തിൽ വ്യാഴം വരുന്ന സമയത്ത് സ്ഥാനഭ്രംശം, ധനക്ഷയം, കലഹം, ധീജാഠ്യം ടെൻഷൻ. അപ്പം നമ്മൾ എവിടെയാണോ അവിടെ നിന്നൊരു മാറ്റം, ധനക്ഷയം, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ, കലഹം, ടെൻഷൻ, ഇത്ര ഉണ്ടാക്കുക എന്നുള്ളതാണ് ജന്മത്തിൽ വ്യാഴം വരുന്നതായ മിഥുനൻ രാശിക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതായ ഫലം എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദശ, അപഹാരം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. മിഥുന രാശിക്കാർക്ക് ആൾറെഡി ഇപ്പോൾ ശനി 10-ലാണ് നിൽക്കുന്നത്, കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമുക്ക് ആ വ്യാഴൻ്റെ കൂടെ മാറ്റം ജന്മത്തിലോട്ട് വരുന്നത്. തമിഴിലൊരു പ്രമാണമുണ്ട്, ജന്മരാമർ വനത്തിലെ സീതയെ ചിതവയ്ത്തതെന്നാണ്. ജന്മത്തിൽ വ്യാഴം വന്ന സമയത്താണ് രാമന് സീതയെ അഗ്നിപരീക്ഷണത്തിനൊക്കെ വിധേയമാക്കിയിട്ട് കാട്ടിപ്പോകേണ്ടി വന്നത് എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ അതുപോലുള്ള പ്രതിസന്ധികളാണ് ഈ മിഥുനൻ രാശിയിൽ ജനിച്ചിട്ടുള്ള മകയിരത്തിൻ്റെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ വരെയുള്ളതായ രാശിക്കാർക്ക് അതാണ് നമുക്ക് അനുഭവത്തിൽ ഈ വരുന്ന 1 വർഷത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം.
അടുത്ത പിന്നെ മിഥുനൻ രാശി നമ്മൾ തുടങ്ങിയത് കൊണ്ട് അടുത്ത കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം വരുന്നത് മിഥുനത്തിലോട്ട് വ്യാഴം വരുമ്പോൾ കർക്കിടക രാശിയുടെ 12-ലാണ് വ്യാഴം വരുന്നത്. 12 വ്യാഴം വരുന്നത് നല്ലതല്ല. 12 വ്യാഴം വരുമ്പോൾ തമിഴൊരു പ്രമാണം ഇങ്ങനെ പറയുന്നുണ്ട്, 12-ലെ രാവണൻ തല 10 മറ്റുമറിഞ്ഞതെന്നാണ്. അപ്പോൾ 12 വ്യാഴം എന്ന സമയത്താണ് രാവണന് 10 ആളിൻ്റെ ബലം ഉണ്ടായിരുന്നിട്ട് പോലും വീണു പോയത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്രത്തോളം പ്രബലനായിരുന്നാലും, എത്രത്തോളം ശക്തമായിട്ടുള്ള സാമ്പത്തികമോ മറ്റ് സാമൂഹികമോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും വ്യാഴം 12 വരുന്ന കാലത്ത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വീണു പോകാം എന്നൊരവസ്ഥാവിശേഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതും സമയത്തെയും ദശയും അപഹാരങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിലും 12 വ്യാഴം വരുന്നതായ കർക്കിടകൻ രാശിയിൽ ജനിച്ചിട്ടുള്ളതായ, അതായത് പുണർദത്തിൻ്റെ 4-ാം പാദം, പൂയം പൂർണ്ണമായിട്ടും ആയില്യം, ഈ 2.25 നക്ഷത്രം, 2.25 നക്ഷത്രമാണ് ഒരു രാശിക്കകത്ത്. ഈ 2.25 നക്ഷത്രക്കാർക്ക് വ്യാഴൻ 12-ലാണ് വരുന്നത്. അത് നല്ലതല്ല. ഈ രാശി കർക്കിടകൻ രാശിക്കാർ വളരെ കരുതലോടുകൂടി ഈ ഒരു വർഷം കടന്നു പോകേണ്ടതുണ്ട്. അതാണ് 12 വ്യാഴൻ കർക്കിടക രാശിക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്ത് നമ്മൾ പോകുന്നത് ചിങ്ങൻ രാശിയിലോട്ടാണ്. ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം, ഈ 2.25 നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ മാറുന്നത് 11-ലാണ്. 10-ലാണ് വ്യാഴൻ നിന്നത്. ആ സ്ഥാനത്ത് നിന്ന് 10-ൽ വ്യാഴൻ നല്ലതല്ല. ആ സ്ഥാനത്ത് നിന്ന് വ്യാഴം 11-ലോട്ടാണ് വരുന്നത്. 11-ാം ഭാവം എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ്. അപ്പോൾ സർവാഭീഷ്ട സ്ഥാനത്തേക്കായിട്ടുള്ള വ്യാഴൻ്റെ പകർച്ച ചിങ്ങൻ രാശി ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. മാത്രമല്ല ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി ഉണ്ടായിരുന്നു. മാർച്ച് 29-ാം തീയതി കണ്ടകശനി മാറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടകശനി മാറുകയും വ്യാഴൻ 11-ലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കുറച്ച് നാളായിട്ട് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പെൻഡിങ്ങിൽ വെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നടത്തിത്തരാൻ അനുകൂലമായൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ മെയ് ടു അടുത്ത മെയ് വരെ വരുന്ന ഒരു വർഷത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. വിദേശത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നതായ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ പഠനത്തിനുമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അതിന് പറ്റുന്ന ഏറ്റവും വലിയ സമയമാണ്. കൂടാതെ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രതിസന്ധികളൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് കണ്ടകശനി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്ന് കുറേ ധനം വരാനുള്ളൊരു വഴിയാണ് ഈ ഒരു വർഷം കൊണ്ട് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പണം വരാനുള്ള വഴികൾ, ഇപ്പോൾ നമുക്ക് ഒരു ലോണിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് പെൻഡിങ്ങിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കിട്ടാൻ പറ്റിയൊരു സമയത്തിലേക്ക് സമയം മാറി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് പോകാവുന്നൊരു സമയമാണ്. അതാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അടുത്ത് നമ്മൾ കന്യരാശിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കന്യരാശിയിൽ ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, ഉത്രം 3/4, അത്തം ചിത്തിരയുടെ 1-2 പാദം, ചിത്തിര അര, ഉത്രത്തി 3/4, അത്തവും ചിത്തിര അര, ഇതാണ് കന്യരാശി വരുന്നത്. കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ ഇപ്പോൾ മാറി വരുന്നത് 10-ലേക്കാണ്. സ്ഥാനധന്യ കലഹ എന്നാണ്. അപ്പം 10-ലേക്ക് വ്യാഴം വരുന്നത് അത് അത്ര പന്തിയായിട്ടുള്ളൊരു സ്ഥാനത്തല്ല. ഇപ്പോൾ ഇതുവരെ വ്യാഴൻ കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9-ലായിരുന്നു. ഇപ്പോൾ വ്യാഴം 10-ലോട്ട് മാറി വരുന്നു. കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആ കണ്ടകശനിക്കൊപ്പം തന്നെ 10-ൽ വ്യാഴം വരുന്നു. അപ്പം സ്ഥാനധന്യ കലഹ എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥാനചലനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക, കലഹമുണ്ടാക്കുക എന്ന് പറയുന്നൊരവസ്ഥ വിശേഷം. അപ്പം ഇതിനകത്തൊക്കെ തമിഴിനകത്ത് ചില പ്രമാണങ്ങൾ കുറെ കൂടെ ആപ്റ്റായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ തമിഴിലെ കുറച്ച് പ്രമാണങ്ങളും കൂടെ ഇക്കാര്യത്തിൽ ഉദ്ധരിക്കുന്നത്. അപ്പോൾ തമിഴ് പറയുന്നു, ഈശനാർ 10-ലെ തലയോട്ടിലിരുന്നുണ്ടതും എന്നാണ്. അപ്പോൾ 10-ൽ വ്യാഴം വന്ന കാലത്താണ് ഈശനാർ എന്ന് പറയുന്ന ആരാണ്? ശിവൻ. അപ്പം ശിവൻ ഭഗവാന് തലയോട്ടിയുമായിട്ട് ഭിക്ഷാടനം നടത്തി ജീവിക്കേണ്ടുന്ന ഒരു സ്ഥിതി 10-ൽ വ്യാഴം വന്ന കാലത്തുണ്ടായെന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഈ കന്നിരാശിക്കാരെല്ലാം ഭിക്ഷയെടുക്കുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തികമായി കുറച്ച് പ്രതിസന്ധിയിലോട്ട് പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അപ്പം നമ്മൾ ധനം അന്വേഷിച്ച് ആരെങ്കിലും സമീപിക്കേണ്ടി വരും. എനിക്കിപ്പോൾ കാശിന് സാമ്പത്തിക ഞെരുക്കമുണ്ട്, എനിക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്. കാരണം കണ്ടകശനിയും കൂടെ ഉണ്ട്. കണ്ടകൻ വന്നാൽ കടം വരുമെന്നാണ് ഒരു വയ്പ്പ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ധനത്തിന് വേണ്ടിയായി നമ്മൾ കുറേ അന്വേഷിക്കേണ്ടതായിട്ട് വരിക എന്ന് പറയുന്നൊരവസ്ഥ വിശേഷമുണ്ട്. മാത്രമല്ല സ്ഥാനമാറ്റത്തിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം ട്രാൻസ്ഫറിനായിട്ട് ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ട്രാൻസ്ഫർ പറ്റൂലല്ലോ എന്നൊരു സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വളരെ പാടുപെടേണ്ടതായിട്ട് വരും. കാരണം കണ്ടകശനിക്ക് സ്ഥാനമാറ്റം ഉണ്ടാക്കി വെക്കും എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വ്യാഴനും കൂടെ 10ലേക്ക് വന്നപ്പോൾ സ്ഥാനമാറ്റമുണ്ട്. അപ്പോൾ ആ സ്ഥാനമാറ്റം വരുന്നത് ഇപ്പോൾ നമുക്കൊരു ജനറലായിട്ടൊരു സ്ഥാനമാറ്റം വന്നെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷേ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആയതുകൊണ്ട് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രൈവറ്റ് സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടുന്ന് പിരിച്ചുവിട്ടേക്കുന്നു എന്നൊക്കെ പറയുന്നൊരവസ്ഥ വിശേഷം വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഈ വ്യാഴൻ്റെ മാറ്റം കൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റൂലല്ലോ. ജ്യോതിഷത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് വെച്ചാൽ കാലത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. ഫലാനി ഗ്രഹചാരണ സൂചകന്തി അന്വേഷണം. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, കാലം എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകളാണ്. അപ്പം അത് ഭയപ്പെട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ അല്ലേ? അപ്പം നമ്മുടെ അങ്ങനെ വരാൻ ഒരു നിമിത്തം നമ്മളുണ്ടാക്കി വെക്കാതിരിക്കുക. നമ്മളങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ മാറേണ്ടി വന്നത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നമുക്കെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ പ്രത്യേകം ഈ കന്നിരാശിക്കാരൊന്ന് ശ്രദ്ധ വെച്ചോളണം എന്നുള്ളതാണ് ഈ ഒരു വർഷത്തേക്ക്. അതാണ് എൻ്റെ പ്രധാന വിഷയം. അപ്പം സ്ഥാനമാറ്റം ഉണ്ടാക്കും, പിന്നെ കലഹം ഉണ്ടാക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാക്കി വെക്കും. പിന്നെ ധനസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും സമീപിക്കേണ്ടത്, വെറുതെ നമ്മൾ സമീപിച്ച് കിട്ടുക എന്നുള്ളതല്ല, അതിനകത്ത് നമ്മൾ ഒന്ന് കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യേണ്ടതൊരവസ്ഥ, അല്ലെങ്കിൽ പലപ്പോഴും പുറകെ പോകേണ്ട ഒരു അവസ്ഥ വിശേഷം. അപ്പോൾ നമുക്ക് ലോണിനാണെങ്കിൽ നിങ്ങളൊരു 15 പ്രാവശ്യം പോയാലായിരിക്കും ചിലപ്പോൾ പക്ഷേ അതിന് വേണ്ടുന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ 2 എഫക്റ്റാണ് കന്നിരാശിക്കാർക്കുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം ജന്മത്തിൽ കേതു നിൽക്കുന്ന ഒരു സ്ഥിതി കന്നിരാശിക്കാർക്കുണ്ട്. അതിൻ്റെ കൂടെ കണ്ടകശനി വന്ന് കയറിയിരിക്കുന്നു. അപ്പോഴത്തേക്കാണ് വ്യാഴൻ്റെ കൂടെ മാറ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കന്നിരാശിക്കാരെയാണ് ഇത് കുറച്ച് കൂടുതൽ ഈ വ്യാഴൻ്റെ മാറ്റം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത്. ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പം ആ പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധയാണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. വ്യാഴനെ കൊണ്ട് വ്യാഴൻ പിന്നെ വന്നിരിക്കുന്നത് ബുധക്ഷേത്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ നരസിംഹമൂർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ലതാണ്. ശ്രദ്ധയാണ് പ്രധാന പരിഹാരം. കാലത്തെക്കുറിച്ചുള്ള അവയർനെസ്സാണ് ജ്യോതിഷം. നമ്മൾ ശ്രദ്ധ വയ്ക്കുക. ഇതാണ് കന്നിരാശിക്കാരൻ. അടുത്ത തുലാരാശിയാണ്. തുലാരാശിയിലെ ചിത്രയുടെ 3, 4 പാദങ്ങൾ ചോതി, വിശാഖത്തിൻ്റെ 3/4, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, ഇത്രയും തുലാരാശിയിലാണ്. തുലാരാശിക്ക് ഇപ്പോൾ വ്യാഴൻ അഷ്ടമത്തിലാണ് നിന്നിരുന്നത്. അത് നല്ല സ്ഥാനത്തായിരുന്നില്ല. അഷ്ടമത്തിൽ നിന്ന വ്യാഴൻ അവിടെ നിന്ന് 9ലേക്ക് മാറിയിരിക്കുന്നു. വ്യാഴൻ്റെ മാറ്റം തീർച്ചയായിട്ടും തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാറ്റമാണ്. അതിൽ പ്രത്യേകിച്ചും ഉണ്ടാകാവുന്ന മാറ്റം എന്ന് പറയുന്നത് വ്യാഴൻ പുത്രകാരകനായിട്ട് 9ലോട്ടാണ്, ഭാഗ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. കുട്ടികളെ സംബന്ധിച്ച് നടക്കേണ്ടിയിരുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കല്യാണമാണെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരേണ്ടതായ കുറേ കാര്യങ്ങൾ, അത് നടന്നു കിട്ടാൻ പറ്റിയതായ ഒരു ഗ്രഹമാറ്റമാണ് തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് വ്യാഴൻ പിന്നെ എന്താണ് ഈശ്വരകാരകത്വമുള്ള ഗ്രഹമാണ്. ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം, തപസ് എന്നൊക്കെ പറയുന്ന സ്ഥാനത്തേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. അപ്പോൾ തീർത്ഥാടനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പുണ്യസ്ഥാന ദർശനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം പറ്റിയൊരു സമയമാറ്റമാണ് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില മനസ്സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും വിശാഖ നക്ഷത്രക്കാർക്ക് അത് കുറച്ചുകൂടെ കൂടുതൽ പ്രയോജനം ചെയ്യാനുള്ളതായ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. അതാണ് തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത് നമ്മൾ കടക്കുന്നത് വൃശ്ചിക രാശിയിലേക്കാണ്. വൃശ്ചിക രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ഈ 2 നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിൽ. ഇപ്പം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ ഇപ്പോൾ പോകുന്നത് അഷ്ടമത്തിലേക്കാണ് പോകുന്നത്. അഷ്ടമത്തിലേക്കുള്ള വ്യാഴൻ്റെ പോക്ക്
അത്ര നല്ലതല്ല. ഇപ്പോൾ ഇതുവരെ വ്യാഴൻ 7-ലാണ് നിന്നിരുന്നത്. കണ്ടകശനി ഉണ്ടായിരുന്നു വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കണ്ടകശനി മാറി. അപ്പോൾ കണ്ടകശനി മാറിയല്ലോ എന്നൊരു സന്തോഷമായ ആ ഒരു ചിന്തയിലോട്ട് വരുന്നതിനിടയ്ക്ക് വ്യാഴൻ്റെ 8-ലെ പോക്ക് അതത്ര നല്ലതല്ല. വ്യാഴൻ 8 പോകുമ്പം ബന്ധം വ്യാധിം ചാഷ്ടമേ ശോകമുഗ്രം എന്നാണ്. അപ്പം അഷ്ടമത്തിൽ വ്യാഴം വരുന്നത് വളരെ മോശമായൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത്. അതിലും തമിഴിൽ പറയുന്നത് തുമ്പമായൊരു 8-ലെ ബാലി പെട്ടു മറഞ്ഞതെന്നാണ്. അപ്പം 8-ൽ വ്യാഴം വന്ന സമയത്താണ് ബാലിക്ക് ഒളിയും വെക്കേണ്ടി വന്നതെന്നാണ്. അപ്പം നമുക്കറിയാം ബാലിയുടെ കാര്യം. ബാലിയും ശ്രീരാമനും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, വിരോധങ്ങളൊന്നുമില്ല. പക്ഷെ ആരുമല്ലാത്തൊരാൾ വന്ന് ബാലിയെ ഒളിയും വെച്ച് ചതിച്ചിട്ടാണ് കൊന്നിട്ട് പോകുന്നത് എന്ന് പറയുന്നൊരവസ്ഥ വിശേഷം. അപ്പം ഇതാണ് അഷ്ടമത്തിൽ വ്യാഴം വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പ്രത്യേകിച്ചും കൂടെ പറഞ്ഞിരിക്കുന്നത് ബന്ധം വ്യാധിം ചഷ്ടമേ ശോകമുഗ്രം എന്നാണ്. ബന്ധനം എന്നാണ്. ബന്ധനം വരാം, വ്യാധി വരാം, ഉഗ്രമായ ശോകമുണ്ടാക്കുന്നതായ അവസ്ഥാവിശേഷം വരാം എന്ന് പറയുന്നൊരു അവസ്ഥാവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളതിനകത്ത് ഈ കൂട്ട് ബിസിനസ്സുകളൊക്കെ ഉള്ളവർക്കാണ് നമുക്കതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ആരെങ്കിലുമായിട്ടൊക്കെ ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നു, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റോ അല്ലാതെ കണക്ക് മറ്റ് ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നതായ ബിസിനസ്സുകളിലൊക്കെ അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെൻറ്റ് നമുക്കെതിരെ വരാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പറ്റിച്ചു അവരെ എന്നൊക്കെ പറയുന്നൊരവസ്ഥാവിശേഷം. ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ഈ ഒരു വർഷം സൂക്ഷിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ നിങ്ങൾക്ക് ഈ സമയം കിട്ടാനുള്ളതായ സാധ്യതയില്ല. പിന്നെ ഔദ്യോഗിക രംഗത്തുള്ളവരും വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വിദേശത്തേക്ക് ജോലിക്കോ പഠനത്തിനോ പോകേണ്ടുന്നവർക്ക് കാര്യങ്ങൾ തൽക്കാലം ഒരു മന്ദഗതിയിലാകും. അപ്പോൾ ഉടനെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അതിനകത്ത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷമാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നിടത്ത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻറ്റ് നമുക്കെതിരായിട്ട് ഏത് ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതായ തൊഴിൽ മേഖലയിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെ നമുക്ക് എതിരായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ അല്ലെങ്കിൽ ഗൂഢമായി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഗൂഢമായിട്ട് നമുക്കെതിരെയുള്ളതായ മൂവ്മെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പം ഉഗ്രമായിട്ട് നമുക്ക് വിഷമമുണ്ടാക്കുന്ന സ്ഥിതിയാണ് അഷ്ടമത്തിൽ വ്യാഴം വരുന്നതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നരസിംഹമൂർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധയാണ് പ്രധാനപ്പെട്ട പരിഹാരം. നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി നമുക്ക് ധനുരാശിയിലോട്ട് കടക്കാം. ധനുരാശി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം. ഇത്രയുമാണ് ധനുരാശി വരുന്നത്. അപ്പം ധനുരാശിക്കാർക്ക് ഇത്രയും നാൾ വ്യാഴൻ 6-ലായിരുന്നു. അപ്പം 6-ൽ നിൽക്കുന്നത് നല്ല സ്ഥാനത്തല്ല. അപ്പോൾ 6-ൽ നിന്ന വ്യാഴൻ അവിടുന്ന് 7-ലേക്ക് മാറി. തീർച്ചയായിട്ടും ആ വ്യാഴൻ്റെ മാറ്റം നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ കണ്ടകശനിയുണ്ട്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിമാറ്റം വന്നിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പറയാൻ കാര്യം അപ്പം ഇതും കൂടെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന വിഷയങ്ങളാണെന്നുള്ളതാണ്. അപ്പം കണ്ടകശനി എന്നൊരു സംഗതി വന്നിട്ടുണ്ട്. പക്ഷെ വ്യാഴന് അനുകൂലമായ സ്ഥാനത്തായതുകൊണ്ട് തൽക്കാലം ആ വ്യാഴൻ്റെ ഒരു ഗുണം കൊണ്ട് കണ്ടകശനി ഒരു വർഷത്തേക്ക് നിങ്ങളുടെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കാനുള്ളതായ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പം ആ വ്യാഴം വന്നത് 7-ാം ഭാവത്തിലേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വിവാഹം നടക്കാൻ തടസ്സമുണ്ടായിരുന്നവർക്ക് അനുകൂലമായൊരു മാറ്റം ഈ വ്യാഴൻ്റെ സ്ഥിതി കൊണ്ടുവരും. നമ്മുടെ തമിഴിലൊക്കെ ഗുരുപയർച്ച അല്ലെങ്കിൽ ഗുരുപാർവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുരു വ്യാഴനോട്ടം വന്നിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് വ്യാഴൻ 7-ലേക്ക് വരുന്നതിനാണ്. അപ്പോൾ 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നു. അപ്പോൾ വ്യാഴൻ 7 വന്നതുകൊണ്ട് അത് 7-ാം ഭാവത്തിൽ എപ്പോഴും നിവൃത്തി സ്ഥാനം എന്നാണ് പറഞ്ഞത്. നിവൃത്തി കാര്യസാധ്യ സ്ഥാനമാണ്. കാര്യസാധ്യ സ്ഥാനത്തേക്ക് ആ വ്യാഴൻ്റെ മാറ്റം വളരെ നല്ലതാണ്. വീട് വയ്ക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും പറ്റൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് അതിന് വിടുന്ന ആ ഒരു ഇപ്പോൾ ലോണൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ സാങ്ഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ നിങ്ങൾ പ്ലാനൊക്കെ വരച്ച് കൊടുത്തിട്ട് പുറകെ നടക്കുകയാണെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും സാധിച്ച് കിട്ടാൻ പറ്റൊരു സമയം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന ധനം എന്തായാലും വരും. കാരണം കണ്ടകശനി ഉള്ളതുകൊണ്ട് കണ്ടകം വന്നാൽ കടം വരുന്ന ആരെങ്കിലും തന്നെങ്കിലേ കടം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണം നമ്മുടെ കയ്യിലേക്ക് വരാൻ അതിനൊക്കെ പറ്റിയതായ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
വ്യാഴൻ്റെ മാറ്റം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും, അല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന് പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി ധൈര്യമായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവാധീനമൊക്കെ വളരെ കൂടുതൽ ഒരു കാലഘട്ടമാണ് അടുത്ത മെയ് മാസം വരെ വരുന്ന ഈ ഒരു വ്യാഴ സഞ്ചാര കാലം. അത് നമ്മൾ മകരം രാശിയിലേക്കാണ് പോകുന്നത്. മകരം രാശിയിൽ വ്യാഴൻ മകരം രാശിക്കാർക്ക് ഇപ്പോൾ മാറുന്നത് 6ലേക്കാണ് വ്യാഴം മാറുന്നത്. 6ാം ഭാവത്തിലേക്കാണ് മകരം രാശി വരുന്നത്. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ, അവിട്ടത്തിൻ്റെ 1/2, ഇത്രയുമാണ് മകരം രാശി വരുന്നത്. ഈ 2 നക്ഷത്രങ്ങളാണ്. അപ്പം വ്യാഴൻ്റെ സ്ഥിതി ഇപ്പോൾ പിന്നെ 5ലാണ് ഉണ്ടായിരുന്നത്. കൊള്ളാവുന്നൊരു സ്ഥാനത്തായിരുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശനിയൊക്കെ മാറിയിട്ട് നമ്മളത് ഫ്രഷപ്പായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പം അപ്പോഴത്തേക്കാണ് വ്യാഴൻ്റെ 6ലേക്ക് ഒരു മാറ്റം വന്നത്. 6ലെ വ്യാഴൻ വളരെ കുഴപ്പം പിടിച്ച ഒരു സ്ഥാനത്താണ് വ്യാഴൻ 6ൽ വന്നിരിക്കുന്നത്. അപ്പം വ്യാഴൻ 6 വരുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പ്രമാണം പറയുന്നത് ന സഖിവദനം തിലകോജ്വലം എന്നാണ്. ന സഖിവദനം തിലകോജ്വലം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ സഖിയുടെ വദനം തിലകോജ്വലമായിരിക്കില്ലെന്നാണ്. അപ്പം സഖി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റു സഖികളല്ല. അപ്പോൾ ഭാര്യയുടെ വദനം തിലകോജ്വലം അല്ലേ, തിലകമൊക്കെ തൊട്ട് നല്ല സുന്ദരമായിട്ടിരിക്കുന്നൊരവസ്ഥ വിശേഷം അല്ലേ. നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഗ്രഹത്തിലെ അന്തരീക്ഷം എങ്ങനെയാണ്, അവിടെ ശാന്തമാണോ അശാന്തമാണോ എന്നുള്ളത് ഗ്രഹനാഥയെ കണ്ടാൽ അറിയാൻ പറ്റും അല്ലേ. അപ്പം ഇവിടെ സഖിവദനം തിലകോജ്വലമായിരിക്കുമെന്നാണ് 6ൽ വ്യാഴം വരുന്ന സമയത്ത്. അപ്പം തിലകോജ്വലമായിരിക്കുന്നത് എങ്ങനെ? വീട്ടുകാരി നല്ല സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് രാവിലെ നല്ല പൊട്ടുമൊക്കെ ഇട്ട് റെഡിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഗ്രഹാന്തരീക്ഷം ശാന്തമായിരിക്കണമല്ലോ. അപ്പം 6ൽ വ്യാഴം വരുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത്. 6ൽ വ്യാഴം വരുന്ന സമയത്ത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലും ഒരു തമിഴ് പ്രമാണമുള്ളത് തത്വമാമുനി 6ലെ ഇരുകാലിലെ തളപുണ്ട് എന്നാണ്. ഒരു താത്വികനായിരിക്കുന്ന ഒരു മഹാമുനിക്ക് വ്യാഴൻ 6ൽ വന്ന കാലത്ത് 2 കാലിലും ബന്ധനം ഉണ്ടായി, അല്ലെങ്കിൽ ചങ്ങലക്കിടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായെന്നാണ്. അപ്പം തത്വമാമുനി 6ലെ ഇരുകാലിലെ തളപുണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു സ്ഥിതി ഒരു താത്വികനായ മഹർഷിക്ക് പോലും ഉണ്ടാകാമെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യം എന്താണ്? അത് ഞാൻ നേരത്തെ പറയാൻ കാര്യം. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രഹാന്തരീക്ഷത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഗ്രഹസമാധാനം വളരെ കുറയുന്നൊരവസ്ഥാവിശേഷം, ഒപ്പം തന്നെ ശത്രുക്കളൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നൊരവസ്ഥാവിശേഷം, കേസ് പോലുള്ള വിഷയങ്ങളൊക്കെ വരാം. നിങ്ങൾ വെറുതെ വണ്ടി ഓടിച്ചു പോയാലും ചിലപ്പം പോലീസ് പിടിച്ച് പെറ്റി കേസൊക്കെ അടിക്കുന്ന അവസ്ഥാവിശേഷമൊക്കെ വരാൻ വഴിയുണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരും അല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കുക. അയൽക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വളരെ കൂടുതൽ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. മകരം രാശിക്കാരുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത്, മകരം രാശി ഒരു സ്ലോ രാശിയാണ്. എല്ലാ കാര്യങ്ങളും പെൻഡിങ് വെക്കുന്നൊരു സ്വഭാവം. ഇന്ന് ചെയ്യേണ്ട കാര്യം അത് ഇന്ന് പറ്റില്ല, നാളെ പോരെ എന്നൊക്കെ വെക്കുന്നൊരു അവസ്ഥാവിശേഷം വരും. അപ്പോൾ അതൊക്കെ തന്നെയും പിന്നെ നിങ്ങൾക്ക് പണിയായിട്ട് വരാവുന്നൊരവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അലർട്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യയുമായിട്ടും അതുപോലെ തന്നെ സഖി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള സഖികളുമായിട്ടുള്ള സമ്പർക്കങ്ങളും, അത് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷനുമായിട്ടുള്ള സൗഹൃദങ്ങളും, പുരുഷനായ സ്ത്രീയുമായിട്ടുള്ള സൗഹൃദങ്ങളും, അതിനകത്തൊക്കെ അതൊക്കെ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ സമയത്ത് വരാൻ വഴിയുണ്ട്. എല്ലാം സൂചനകളാണ്, വഴിയുണ്ട്. നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, സാധ്യതകളാണ്. ശ്രദ്ധിച്ചാൽ നമുക്കിതൊക്കെ തലയ്ക്ക് വരേണ്ട തലപ്പാവിനായിട്ട് അങ്ങ് പോകും. നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്നിട്ട് ബോർഡ് കണ്ടാൽ നിങ്ങൾ പോകുന്നവരൊക്കെ ആക്സിഡൻറ്റ് പെടുമെന്നല്ല, റോഡ് മോശം സൂക്ഷിച്ചു പോകണമെന്നാണ് അല്ലേ. അതുപോലെയാണ് ഇക്കാര്യങ്ങളും ജ്യോതിഷം പറയുന്നത് സൂചനകളാണ്. അപ്പോൾ അതുകൊണ്ട് മകരം രാശിപ്പെട്ടവർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സമയമാണ് അടുത്ത മെയ് മാസം വരെയുള്ളതായ ഈ വ്യാഴൻ്റെ സഞ്ചാരം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കിടക്കുന്നത് കുംഭൻ രാശിയിലോട്ടാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ്റെ മാറ്റം ഇപ്പോൾ 4ലാണ് വ്യാഴം നിന്നത്. ആ വ്യാഴം അവിടുന്ന് 5ലേക്ക് വ്യാഴം മാറി വന്നിരിക്കുന്നു. കുംഭൻ രാശിക്കാർക്ക് വ്യാഴമാറ്റം വളരെ നല്ലൊരു മാറ്റമാണ്. കുംഭൻ രാശിക്ക് ഇപ്പോൾ ആൾറെഡി ഏഴരശനിയുള്ള സമയമാണ്.
അപ്പോൾ ഏഴരശനി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളായിട്ട് പല കാര്യങ്ങളും പിന്നെ സ്റ്റക്കായിരിക്കുന്നൊരവസ്ഥ വിശേഷം ആയിരിക്കണം എന്നുള്ളതാണ്. അതിനകത്തൊരു കാര്യമായൊരു മാറ്റം ഇപ്പോൾ വ്യാഴൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും അതുണ്ടാകാവുന്നത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്ന ഞെരുക്കം കുറച്ച് മാറിക്കിട്ടാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. പുതുതായിട്ട് ഏതെങ്കിലും പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർ തന്നെ നമുക്ക് തിസീസൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഒരു അവസ്ഥാവിശേഷമുണ്ടല്ലോ അത്. അപ്പോൾ അതുപോലെ വേറെ അല്ല, നമുക്കൊരു അഡീഷണൽ ആയിട്ടൊരു ബിരുദം കൂടെ നമുക്ക് നേടാനുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വ്യാഴൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം വളരെ അനുകൂലമായ സ്ഥലത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് തയ്യാറെടുക്കാവുന്ന ഒരു സമയമാണ്. മനസ്സ് കുറെ കൂടെ ഒന്ന് ശാന്തമാകും. വളരെ നാളുകളായിട്ട് ഒരു പരിഹാരമില്ലാതെ വിഷമിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു വ്യക്തമായ ഉപദേശം നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്, നമുക്ക് അപ്പം അങ്ങനെ ചെയ്യാമല്ലോ, അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ പ്രതിസന്ധികളിൽ നമുക്ക് കരകയറാനായിട്ട് ഈ വ്യാഴൻ്റെ സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. വളരെ നല്ലൊരു സമയമാറ്റമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. അടുത്ത മീനൻ രാശിയാണ്. മീനൻ രാശിക്കകത്ത് പിന്നെ പൂരുരുട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി, ഇത്രയും നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്നത്. മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ശനിമാറ്റം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ജന്മശനിയായിട്ടാണ് ഇപ്പം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ആ ജന്മശനിക്കൊപ്പം തന്നെ 3-ൽ നിന്ന വ്യാഴം 4-ലോട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴം 3 നിൽക്കുമ്പോൾ നല്ലതല്ല, അത് 4-ലോട്ട് മാറി 4-ലാണല്ലോ, അനുകൂലമായ സ്ഥാനത്താണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും 4-ൽ വ്യാഴം വരുന്നതും അത്ര നല്ലതല്ല. കാരണം ഇപ്പോൾ ജന്മശനി, ഏഴരശനിയിലെ ജന്മശനി നിൽക്കുന്ന കാലത്ത് 4-ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 വ്യാഴം വരുമ്പോൾ ധർമ്മപുത്രൻ 4-ലെ വനവാസമേറിയൊഴുത്തത് എന്ന് പറയും. ധർമ്മപുത്രക്ക് 4 വ്യാഴം വന്ന സമയത്താണ് കള്ളച്ചൂതിലൊക്കെ തോറ്റ് നാട് വിട്ട് കാട്ടി പോവേണ്ടി വന്നതെന്നാണ്. അപ്പം അതുപോലെ ഒരു പ്രതിസന്ധി ഈ വ്യാഴം 4 നിൽക്കുന്ന കാലത്ത് വരാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോകുന്നു. നമ്മൾ ഇത്രയും മിടുക്കനൊക്കെ ആയിരുന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് എന്താ ഇങ്ങനെ പറ്റിപ്പോയതെന്ന് ആൾക്കാർ ചോദിക്കുന്ന ഒരു സ്ഥിതി വരാനുള്ള ഒരു ഗ്രഹസഞ്ചാരമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകേണ്ടത് അവർ വളരെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ഔദ്യോഗിക രംഗത്താണെങ്കിലും ആ പ്രശ്നം വരും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെയൊക്കെ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കൊക്കെ മാറിപ്പോൾ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് സോണൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാണ്. അത്രയും ദൂരത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കുന്നവർക്കും ഒക്കെയാണ്, പ്രതീക്ഷിക്കാത്തവർക്ക് അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഈ വരുന്ന ഒരു വർഷത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം ജനറൽ ട്രാൻസ്ഫർ ഒക്കെ വന്നു കഴിഞ്ഞു എന്നുള്ളവർക്കാണെങ്കിലും പ്രതീക്ഷിക്കാത്ത ട്രാൻസ്ഫർ വരാം, അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമുണ്ട്. പിന്നെ ഗ്രഹം മാറി താമസിക്കാൻ സാധ്യതയുള്ള കാലമാണ്. അതുകൊണ്ട് വീടൊക്കെ ഒന്ന് മാറണം എന്നൊക്കെ പ്ലാനുള്ളവർക്ക് വീട് മാറാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഒരു കാരണമുണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥാവിശേഷം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കുഴപ്പമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിടത്ത് ഇപ്പം നമ്മൾ വേറെ വീട് അന്വേഷിക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സിറ്റുവേഷൻ വരും. അതാണ് നമ്മുടെ കാൽക്കുലേഷനൊക്കെ, ധർമ്മപുത്ര കാര്യം പറഞ്ഞ പോലെയാണ്, നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോയിട്ട് അപ്പോൾ അതിന് ആരെങ്കിലും കാരണക്കാരായിട്ട് കള്ളക്കളി കളിക്കാൻ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ അവിടുന്ന് മാറ്റാനുള്ളതായ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് മീനൻ രാശിക്കാർ വളരെ ഗൗരവമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. അടുത്ത നമ്മൾ കിടക്കുന്ന മേടൻ രാശിയിലേക്കാണ്. മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ ഇപ്പോൾ 2-ലാണ് നിന്നത്. ആ വ്യാഴൻ 2-ാം ഭാവത്തിൽ നിന്ന് 3-ലേക്ക് വ്യാഴൻ്റെ മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. വ്യാഴം 3-ലേക്ക് വരുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും നല്ലതല്ലെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ വ്യാഴൻ്റെ മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് 2-ലും 5-ലും 9-ലും 11-ലും വ്യാഴം വരുന്നവർക്ക് മാത്രമേ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമാണ്. അതാണ് ഇപ്പോൾ എല്ലാവർക്കും കുഴപ്പമാണല്ലോ എന്ന് പറയുന്നൊരവസ്ഥ വരുന്നത്. അപ്പം വ്യാഴം 3-ലേക്കാണ് മാറിയിരിക്കുന്നത്. വ്യാഴം 3-ലേക്ക് മാറുമ്പോൾ അതിനകത്ത് ഒരു പ്രമാണമുള്ളത് സ്ഥാനഭ്രംശാൽ കാര്യവിഘാതസ്ഥ തൃതീയ എന്നാണ്. സ്ഥാനഭ്രംശം വരും,
കാര്യവിഘാതങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി വെച്ചിരുന്നിട്ട് പെട്ടെന്ന് കാര്യവിഘാതം വരും. അത് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നവരൊക്കെ അത് പിന്മാറിപ്പോയി, അങ്ങനെ പോകുന്നൊരവസ്ഥാവിശേഷം. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നിപ്പോകുന്നൊരവസ്ഥാവിശേഷം വരും. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനൊരു സംഗതി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ഫ്ലോയിൽ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കകത്ത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് ഈ ദുര്യോധനൻ്റെ കാര്യമാണ്. ദുര്യോധനൻ ഇത്രയും പ്രബലമായിട്ട് ഭയങ്കരമൊക്കെ പ്ലാൻ ചെയ്തൊക്കെ യുദ്ധമൊക്കെ ചെയ്ത് എല്ലാം ശരിയാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് വീണുപോയി. ദുര്യോധനൻ വിചാരിച്ചിരിക്കാതെ ഭീമന്റെ ഗത കൊണ്ട് ദുര്യോധന് മരിക്കേണ്ട ഒരവസ്ഥാവിശേഷം വ്യാഴം 3-ൽ വന്നപ്പോഴെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇരുട്ടടിയേക്കുന്ന പോലെയുള്ളതായ അവസ്ഥാവിശേഷം. അപ്പോൾ കൂടെ നിൽക്കുന്നവരെന്നാണ് എപ്പോഴും നമുക്കത് സംഭവിക്കാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ സഹോദരങ്ങളായാലും ശരി, നിങ്ങളുമായിട്ട് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽപ്പെട്ടവരാരെങ്കിലും, നിങ്ങളൊരു ടീം ലീഡർ ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന അവസ്ഥാവിശേഷം. അങ്ങനെ ആ ഒരു സംഘമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു വിനോദയാത്ര പോകുന്നു വയ്ക്കും. ചിലപ്പോൾ അതിനകത്ത് ആരെങ്കിലും കാണിക്കുന്നത് ഒരു കുറ്റമേൽക്കേണ്ടി വരുന്നത് നിങ്ങളായിട്ട് വരാം എന്നൊക്കെ പറയുന്ന അവസ്ഥാവിശേഷം. അപ്പോൾ ഇതുകൊണ്ട് അടുത്ത് പോകണ്ടെന്നല്ല, അപ്പം ശ്രദ്ധ വയ്ക്കുക. വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിൽ ശരി, സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു തർക്ക വിഷയം നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ശ്രദ്ധിച്ചും വളരെ ആലോചിച്ച് ഇടപെട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾ അതിൻ്റെ കുറ്റക്കാരനായിട്ട് ഇവനാണ് ഈ കുഴപ്പമുണ്ടാക്കി വെച്ചത് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേടൻ രാശിക്കാർ വ്യാഴമാറ്റം നല്ലതല്ലാത്ത സ്ഥാനത്തായതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഈ ഒരു വർഷം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത ഇടവം രാശിയിലാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ്റെ മാറ്റം ഇപ്പം നമുക്ക് ജന്മത്തിലാണ് വ്യാഴൻ ഉണ്ടായിരുന്നത്. ജന്മവ്യാഴൻ്റെ ഫലം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. സ്ഥാനഭ്രംശ ധനക്ഷയ കലഹ തീർഥാട്യ ഗുരു ജന്മസ്ഥയാണ്. ആ ജന്മത്തിൽ നിന്ന് വ്യാഴൻ 2-ലോട്ട് മാറി. വളരെ അനുകൂലമായൊരു മാറ്റമാണ്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനി പ്ലസ് ജന്മവ്യാഴൻ രണ്ടുമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ വഴി കിടക്കുന്നൊരവസ്ഥാവിശേഷം, സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥാവിശേഷം ഇടവൻ രാശിക്കാർക്ക് ഈ കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് കണ്ടകശനി മാറി എന്നൊരു സംഗതി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കൂടെ വ്യാഴനും ഇപ്പം നമുക്ക് വളരെ അനുകൂലമായൊരു സ്ഥാനത്തേക്ക് മാറി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും കാര്യമായ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നൊരു സമയമാണ്. ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടായിരുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഇപ്പോൾ വിൽക്കാൻ അനുകൂലമായ സമയം വരും. കാരണം കുറേ ധനം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ വളരെ കൂടുതൽ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളത്. വ്യാഴൻ 2-ലോട്ട് 11-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴൻ 2-ലേക്കാണ് വന്നിരിക്കുന്നത്. 11-ാം ഭാവാധിപൻ 2 വരുമ്പോൾ അർത്ഥസിദ്ധികരി യോഗം എന്നാണ് പറയപ്പെടുന്നത്. അതൊരു നല്ലൊരു യോഗമായിട്ടാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ ധനം കുറേ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൂർവ്വ സ്വത്തുക്കൾ മൂലം ധനം വരിക, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലമൊക്കെ വിറ്റിട്ട് കാശ് വരാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടും. പിന്നെ ഉദ്യോഗത്തിൽ നമുക്കൊരു സാലറി ഇൻക്രീസ് പ്രതീക്ഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും വിദേശത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറേ നാളായിട്ട് നമുക്ക് ശമ്പളമൊന്നും കൂട്ടി കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ഈ ഒരു വർഷത്തിനകത്ത് അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇൻക്രിമെൻ്റൊക്കെ കിട്ടാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2 പ്രകാരമാണ് സമയം നല്ലതാണ്. പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ, നല്ല പണം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പണം വരുന്നതിനെയൊക്കെ തന്നെ ഭൂമിയിലോട്ട് നിക്ഷേപിക്കാനോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ ഏറ്റവും പറ്റിയൊരു സമയമായിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ മക്കൾക്ക് ഷെയറൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അതൊക്കെ നമുക്ക് വിൽപത്രമൊക്കെ എഴുതി വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുക്കാനോ ഒക്കെ പറ്റുന്നൊരു സമയത്തിലോട്ടാണ് സമയം മാറി വന്നിരിക്കുന്നത്. പിന്നെ കുട്ടികളിൽ നിന്ന് ധനം പ്രതീക്ഷിക്കുന്നവർക്ക്, മക്കളിപ്പോൾ കുറേ നാളായിട്ട് കാശൊന്നും എനിക്ക് തരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നവർക്ക് അങ്ങനെ കുട്ടികളിൽ നിന്ന് പണം കിട്ടാൻ, അല്ലെ അവരുടെ സഹായം നമുക്ക് കിട്ടാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് ആ വ്യാഴൻ്റെ 2-ലെ സ്ഥിതി നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇടവൻ രാശിക്കാർക്ക് വ്യാഴൻ്റെ മാറ്റം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മിഥുനൻ രാശിയും തുടങ്ങി ഇടവൻ രാശിയിലൂടെ നമ്മൾ വന്നത്. കാരണം വ്യാഴൻ 1-ാം ഭാവത്തിൽ വരുന്നിട്ട് മുതൽ 12-ാം ഭാവം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ പറയുമ്പോൾ മേടൻ രാശി എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ആ ഗ്രഹത്തിൻ്റെ നിലവിലത്തെ സഞ്ചാരം കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ദശയും കൂടെ ആശ്രയിച്ചാണ്, ദശയും അതിനകത്തുള്ള അപഹാരങ്ങളെയും കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദശയൊക്കെ നല്ലതാണെങ്കിൽ ഏഴരശിന് വന്നാലും കണ്ടകശിന് വന്നാലും ജന്മവ്യാഴം വന്നാലും നമ്മൾ അറിയത്തില്ല. സമയം അല്പം തെറ്റി നിൽക്കുന്ന സമയത്ത് ഒരു വ്യാഴനോ ശനിയോ അതിലേ പോയാലും നമ്മളത് ബാധിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. അത്യാവശ്യം ദൈവവിശ്വാസം ഉള്ളവർ പിന്നെ വിഷ്ണു ഭഗവാനെയൊക്കെ പ്രീതിയാക്കുക. ദോഷസ്ഥാനത്ത് ഇരിക്കുന്നവരൊക്കെ തന്നെ വ്യാഴം തത്ര മഹാവിഷ്ണു സാക്ഷാൽ ഈശ്വരനാണ്, വിഷ്ണു പ്രീതി വരുത്തുക. അപ്പോഴത്തേക്കും ദോഷങ്ങൾ മാറിക്കിട്ടും. പിന്നെ അത്യാവശ്യം വേണ്ടുന്നവർ സജ്ജനോപദേശങ്ങൾ സ്വീകരിക്കുക. നല്ല അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മനസ്സിന് ശാന്തിയും സമാധാനവും വരുത്തിക്കൊള്ളുക. അടുത്തൊരു വർഷക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ഷേമവും സൗഭാഗ്യവും സന്തോഷവും വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.